മക്കളെ, റാൻസ് ലേണിംഗ് മോഡലിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ബയോളജിയിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. മിസ്സാക്കി കളയണ്ട, എൻ്റെ കൂടെ അങ്ങ് കൂടിക്കോളി കേട്ടോ. ഓക്കെ, എന്നാൽ ഞങ്ങൾ ചോദ്യത്തിലേക്ക് കടക്കാം. നിരവധി പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, മിസ്സാക്കി കളയണ്ട. വളരെ ആവേശത്തോടു കൂടി, വളരെ താല്പര്യത്തോട് കൂടി തന്നെ നിങ്ങൾ നമ്മളെ കണ്ണിന് ഒരു ഇമ വെട്ടാതെ കുത്തിരുന്ന് എന്ത് ചെയ്യുക, മുഴുവനായിട്ട് എന്ത് ചെയ്യുക, കാണാം. മറക്കരുത്. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മനസ്സോട് കൂടിയിട്ട് മാത്രം ഇരിക്കുക, അല്ലാതെ ഇതിൽ കാര്യമില്ല. ഓക്കെ, ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്ക്, താഴെ തന്നിട്ടുള്ള ചിത്രീകരണം പൂർത്തിയാക്കുക. താഴെ തന്നിട്ടുള്ള ചിത്രീകരണം പൂർത്തിയാക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വരാം അല്ലെ. നല്ല അടിപൊളി ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നുള്ളത് അല്ലെ. 5ാമത്തെ ചാപ്റ്റർ ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ വെയിറ്റേജ് കൂടിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. എന്താണ്? ആന്റിബയോട്ടിക്കുകളുടെ പാർശ്വഫലങ്ങൾ. എന്നിട്ട് എ എന്ന് പറയുന്ന ഭാഗത്ത് ഡാഷ് ആണ്, ബി എന്ന് പറയുന്ന ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നടുവിൽ ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. നമ്മൾ ആന്റിബയോട്ടിക് ആദ്യം എന്താണെന്ന് അറിയണം, എന്നാലും അതിന്റെ പാർശ്വഫലങ്ങൾ എന്താ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിച്ചോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇല്ലുസ്ട്രേഷൻ. ആന്റിബയോട്ടിക്സ്, സൈഡ് എഫക്ട്. അതിൽ സാധാരണ എന്താണ് ആന്റിബയോട്ടിക് എന്ന് അറിയാതെ ഈ പണിക്ക് നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ആദ്യം തന്നെ സാർ എന്ത് പറയാം, എന്താണ് ആന്റിബയോട്ടിക് എന്ന് പറയാം. എടാ, നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ നിരവധി അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിരവധി അസുഖങ്ങൾ. അതിൽ ആദ്യം പഠിച്ചത് റാറ്റ് ഫീവർ ആണല്ലോ, എലിപ്പനി. പിന്നെ പഠിച്ചത് എന്താണ്? ഡിഫ്തീരിയ ആണല്ലോ. പിന്നെ പഠിച്ചത് എന്താണ്? ട്യൂബർകുലോസിസ് ആണല്ലോ, ക്ഷയരോഗം. ഇതൊക്കെ ഏത് ടൈപ്പ് അസുഖങ്ങളാ? ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് അല്ലേ. അപ്പൊ നോക്ക്, ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്കെതിരെ നമ്മൾ കുടിക്കുന്ന മരുന്നാണ് സത്യത്തിൽ എന്ത്? ആന്റിബയോട്ടിക്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ആകെ അല്ലേ ടയേർഡായിട്ട് ഒരു പനിയായിട്ടാണ് ചെല്ലുന്നത്. പനി എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ എത്തിയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് റാറ്റ് ഫീവർ ആണ്, ഇത് എലിപ്പനിയാണ്. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മരുന്ന് ഏതേക്കാരം? ആന്റിബയോട്ടിക് കാരം. കാരണം എന്താ? ഡോക്ടർക്ക് അറിയാം ഈ റാറ്റ് ഫീവർ ഉണ്ടാക്കുന്ന ആൾ ആരാണ്? ബാക്ടീരിയ ആണെന്നുള്ള കാര്യം. യെസ്. പക്ഷേ അപ്പോൾ ആന്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലായി എന്ത്? ബാക്ടീരിയ രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന മരുന്നാണ് ഏത്? ആന്റിബയോട്ടിക്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. പക്ഷേ തൊട്ടിനും പിടിച്ചിനൊക്കെ ഇങ്ങനെ എടുത്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും കൂടി ഇല്ലാതെ മരുന്ന് കുടിച്ചിട്ട് ചില ആൾക്കാരുണ്ട്. പാരസെറ്റമോളൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കില്ല. അത് സംഭവം മരുന്നൊക്കെ തന്നെയാണ്. പക്ഷേ അത് കഴിച്ചിട്ട് ഇങ്ങനെ ബിരിയാണി തിന്നണ മരുന്ന് തിന്നാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അത് കൃത്യമായ നിയന്ത്രണത്തിലൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ സ്ഥിരമായിട്ടും ആന്റിബയോട്ടിക് കുടിച്ചു കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് വരും. കാരണം അലോപ്പതി അല്ലേ. അലോപ്പതി സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഇംഗ്ലീഷ് മരുന്നല്ലേ, ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ദോഷമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ ദോഷം? ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയ നശിപ്പിക്കും. ബാക്കി 2 ദോഷങ്ങൾ എഴുതണം. അതായത് ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഉപകാരികളായ ബാക്ടീരിയകളുണ്ട്. എവിടെ? നമ്മുടെ കുടലിലൊക്കെ. അതിന്റെ പണി എന്താണെന്നറിയോ? നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ കെ പോലത്തെ വിറ്റാമിൻസ് ഒക്കെ ഉണ്ടാക്കുക. ഇതാണ് അവരുടെ പണി. അപ്പൊ ഈ വൈറ്റമിൻ കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ. അപ്പൊ ആ ബാക്ടീരിയനെ പോയിക്കാണ്ട് ഈ ആന്റിബയോട്ടിക് കൊന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ആന്റിബയോട്ടിക്കിനോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുള്ളത് എന്താ? നേരെ പോയിക്കാണ്ട് ബാക്ടീരിയനെ കണ്ടാൽ കൊന്നാണ്ടിന്ന്. പക്ഷെ അതിന് നല്ല ബാക്ടീരിയയാണ്, ചീത്ത ബാക്ടീരിയ ഏതാണെന്ന് അറിയില്ല. അപ്പൊ നേരെ പോയിട്ട് എന്ത് ചെയ്യും? അത് അറ്റാക്ക് ചെയ്യും, പ്രശ്നമാവും, ബുദ്ധിമുട്ടാവും. അപ്പൊ ഒരു കാരണം ഇതാണ്. ഇനി അല്ലേ, അപ്പൊ ഇതിന്റെ 1ാമത്തെ എ എന്ന് പറഞ്ഞ അല്ലെ ആ ഒരു സൈഡ് എഫക്റ്റും അതേപോലെ ബി എന്ന് പറയുന്ന സൈഡ് എഫക്റ്റും എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അപ്പൊ എന്താ നമുക്ക് നോക്കാം. എന്താ നോക്കാം, ശ്രദ്ധിച്ചോ. നടക്ക്. സ്ഥിരമായ ഉപയോഗം. നോക്ക്, സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്കെതിരെയായി പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. മെയിൻ പ്രശ്നം. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കുക, എന്താ സംഭവിക്കുക എന്നറിയാം നിങ്ങൾക്ക്? എൻ്റെ ബോഡിയിൽ ആന്റിബയോട്ടിക് വരുമ്പോൾ തന്നെ എൻ്റെ ബോഡിത്തെ പാത്തോജന് രോഗാണുവിന് മനസ്സിലാവും ഇത് ആന്റിബയോട്ടിക് അല്ല, ഈ ചങ്ങായി ഏത് നേരം കുടിക്കുന്ന സാധന, ഇത് ഞങ്ങൾക്കൊരു വിഷയമല്ല. ഇതിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി ആര് നേടിയെടുക്കും? ആന്റിബയോട്ടിക് നേടിയെടുക്കും. അതാണ് 1ാമത്തെ പോയിന്റ്. റെഗുലർ യൂസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ ദ പാത്തോജൻ എഗെയിൻസ്റ്റ് ദ ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക്കിനെതിരെയുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ആര് നേടിയെടുക്കും? പാത്തോജൻ നേടിയെടുക്കും. അപ്പോൾ 1ാമത്തെ കാരണം. അപ്പം ഞാൻ ഒരു അസുഖമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക് തന്ന്, ഞാൻ സ്ഥിരം ആന്റിബയോട്ടിക് കുടിക്കുന്ന ആളാണെങ്കിൽ എന്താ പ്രശ്നം? ഡോക്ടർ തരുന്ന ആന്റിബയോട്ടിക് എനിക്ക് കേൾക്കൂല. കാരണം എന്താ? എൻ്റെ ബോഡിയത്തെ പാത്തോജൻ അതിനെതിരെ എന്ത് നേടിയെടുത്തിട്ടുണ്ടാവും? ഇമ്മ്യൂണിറ്റി നേടിയെടുത്തിട്ടുണ്ടാവും. പിന്നെന്താ ചെയ്യുക? ഒരു രക്ഷയില്ല. യെസ്. ഓക്കെ. ഇനി 2ാമത്തെ പാർശ്വഫലം എന്താ നോക്ക്. ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുന്നു. അതായത്
ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ദ ബോഡി. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞില്ലേ 3 കാരണങ്ങളാണ് ആന്റിബയോട്ടിക്കിന്റെ റെഗുലർ യൂസ് ഓഫ് ഉണ്ടാകുക. എന്താ ഒന്നാമത്തെ കാരണം? നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഇമ്മ്യൂണിറ്റി ആര് നേടിയെടുക്കും? നമ്മുടെ പാത്തോജൻ നേടിയെടുക്കും. ഏതിനെതിരെ? ആന്റിബയോട്ടിക്കിനെതിരെ. ഓക്കെ അല്ലേ? പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ? എന്റെ ശരീരത്തിലെ കുടലിലൊക്കെയുള്ള ഉപകാരികളായ ബാക്ടീരിയ എന്ത് ചെയ്യും? കൊല്ലും. എടാ നമ്മളെ ബോഡിയിൽ ആന്റിബയോട്ടിക് കുടിക്കണം എന്തിനാ? ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ടാ. ബാക്ടീരിയക്ക് അറിയോ എന്റെ ബോഡി നല്ലൊരു ബാക്ടീരിയ ഏതാ, ചീത്ത ബാക്ടീരിയ ഏതാന്നുള്ളത്? നേരെ പോയിട്ട് എല്ലാവരും നിരത്തി കൊല്ലും. അപ്പൊ പ്രശ്നമല്ലേ? അപ്പൊ നമ്മളെ ബോഡിയിൽ ഉപകാരികളെ ബാക്ടീരിയ പണി എന്താണെന്നറിയോ? കുറെ നല്ല നല്ല വൈറ്റമിൻസ് ഉണ്ടാക്കി നമ്മളെ ബോഡിയിൽ. അപ്പൊ യൂസ്ഫുൾ ബാക്ടീരിയനെ കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അത് ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ്റെ അളവും നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വൈറ്റമിൻസ്. അപ്പോൾ ഈ 3 പോയിന്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ആദ്യത്തെ പോയിന്റ് ഏതാണ്? സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടികൾക്കെതിരെ പ്രതിരോധ ശക്തി നേടിയെടുക്കുന്നു. അതായത് റെഗുലർ യൂസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ ദ പാത്തോജൻ അഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്. രണ്ടാമത്തെ പോയിന്റ് ബുക്കിൽ അല്ല, നമ്മളെ ഈ ചോദ്യത്തിലുണ്ട്. എന്താ? ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. അല്ലേ? മൂന്നാമത്തെ പോയിന്റ് ഇതാ, ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുന്നു. അതായത് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ദ ബോഡി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചോദ്യം മക്കളെ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളി. നാളത്തെ പരീക്ഷന്റെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി 5ാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡി അല്ലേ? യെസ്. ചോദ്യം കണ്ടോ? യെസ്. ഓക്കെ. വീങ്ങൽ പ്രതികരണത്തിന്റെ ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ക്രമപ്പെടുത്തി എഴുതുക. എടാ നമ്മളെ കയ്യുമ്പോഴും കാലുമലൊക്കെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാലോ അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ വീങ്ങി വരൂലേ? ഇൻഫ്ലമേഷൻ സംഭവിക്കൂലേ? വീക്കമില്ല, സ്വെല്ല് ചെയ്ത് വരൂലേ? അതിന്റെ പൊരുളെന്താ സത്യത്തിൽ? ഈ വീങ്ങുന്നത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണടാ. അത് ആ മുറി ഉണങ്ങാനുള്ള ഒരു സൂചനയാണ്, ഒരു ഇൻഡിക്കേഷനാണ് സത്യത്തിൽ എന്ത്? വീങ്ങി വരിക എന്ന് പറഞ്ഞ സാധനം. ഒരു മുറിവായി കഴിഞ്ഞാൽ ചുറ്റുഭാഗത്ത് ഇങ്ങനെ പൊന്തി വരൂലേ ചെറുതായിട്ട് അല്ലേ? യെസ്. അതൊരു എന്താണ്? പ്രതിരോധ പ്രവർത്തനമാണ്. അതൊരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് അല്ലേ? അപ്പം നമ്മൾ അതിൻ്റെ ഒരു ആ സ്റ്റെപ്പുകൾ ഡിസോർഡർ ആയിട്ട് ബുക്കിൽ അല്ലെ ഈ കാണുന്ന ചോദ്യത്തിൽ എന്തിനു കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ആ ഓരോ പോയിന്റ് ഒന്ന് വായിക്കാം. നോക്കി. രാസവസ്തുക്കൾ രൂപപ്പെടുന്നു. പിന്നെ രക്തലോമിക വികസിക്കുന്നു. അതായത് കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ്, ബ്ലഡ് കാപ്പിലറീസ് ഡയലൈറ്റ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതെന്തായാലും ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും അറിയില്ലേ. പിന്നെ രണ്ടാമത്തെ, ന്യൂട്രോഫിലുകളും മോണോസൈറ്റുകളും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതായത് ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് എൻഗൾഫ് ഡിസ്ട്രോയ് ജെംസ് അല്ലേ? അതായത് രോഗാണുക്കളെ വിഴുങ്ങുക, എന്നിട്ട് അതിനെ നശിപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താ? മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു. ജെംസ് എൻ്റർ ത്രൂ ദ വോൺസ്. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്താ? ശ്വേതരക്താണുക്കൾ ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു അല്ലെ? വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ വോൺ സൈറ്റ് ത്രൂ ദ വാൾ ഓഫ് ദ കാപ്പിലറീസ്. ഓക്കെ അല്ലേ? ഇത് കേൾക്കുമ്പോൾ തന്നെ അത് ആകെ കൺഫ്യൂഷൻ ആവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇനി സാർ എന്ത് ചെയ്യുക? അത് ഓർഡർ ആക്കിയിട്ട് പറയാം. പുസ്തകത്തിൽ 1, 2, 3, 4, 5 ആക്കിയിട്ട് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ പഠിക്കാതെ ഇളിച്ചടിയാണ് പരീക്ഷ കണ്ട് പോകാൻ നിൽക്കണ്ട. മനസ്സിലായാ? യെസ്. ഓക്കെ. അപ്പൊ നോക്ക്, ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ? ഒന്നാമത്തെ പോയിന്റ് ആണ് സി. ഞാൻ ഇവിടെ 1 ചെയ്താ കളർ മാറ്റാം. 1. യെസ്. 1. എന്താണ് 1? മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു. എൻ്റെ മുറിവിലൂടെ രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കും? രണ്ടാമത്തെ പോയിന്റ് എ അല്ലേ? രാസവസ്തുക്കൾ രൂപപ്പെടുന്നു, രക്തലോമിക വികസിക്കുന്നു. രാസവസ്തു നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ആ രാസവസ്തു കാരണത്താൽ രക്തലോമിക, മുറിവിന്റെ അടിയിലുള്ള ആ രക്തക്കൊല്ലം തീരുമാനം വികസിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ് 2. അതാണ് പറഞ്ഞത് കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ്, ബ്ലഡ് കാപ്പിലറീസ് ഡയലൈറ്റ് അല്ലേ? രണ്ടാമത്തെ പോയിന്റ് ആയി. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് കേട്ടോ, ഡി ആണ്. ശ്വേതരക്താണുക്കൾ ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തെത്തുന്നു. ഇതാണ് അല്ലേ മൂന്നാമത്തെ പോയിന്റ്. ശ്വേതരക്താണുക്കൾ ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തെത്തുന്നു. വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ വോണ്ട് സൈറ്റ് ത്രൂ ദ വാൾ ഓഫ് ദ കാപ്പിലറീസ്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് 3. ഇനി അവസാനത്തെ പോയിന്റ് എന്താ? ഈ ശ്വേതരക്താണുക്കളുടെ കൂട്ടത്തിലെ മോണോസൈറ്റും ന്യൂട്രോഫിലും അറിയില്ലേ? ഇവരെ പണി എന്താ? രോഗാണുക്കൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓലെ വിഴുങ്ങിയിട്ട് നശിപ്പിക്കുക. അതാണ് ഓലെ പണി. അതാണ് അവസാനത്തെ പോയിന്റ്. അതായിരിക്കും തോന്നുന്നത്. ന്യൂട്രോഫിലുകളും മോണോസൈറ്റുകളും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. 4ാമത്തെ പോയിന്റ് അല്ലേ? അതാണ് ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ ജേംസ്. സിമ്പിൾ അല്ലടാ അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 6 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സ്കോർ ചെയ്തൂടെ? അപ്പൊ അടുത്ത ചോദ്യത്തിൽ കാണാം. ബൈ.